KPCC നേതൃമാറ്റത്തെ തുടർന്നുണ്ടായ എതിർപ്പ് തൽക്കാലം പരിഗണിക്കേണ്ട എന്നാണ് AICC തീരുമാനം. പുതിയ ഭാരവാഹികളെ നിയമിക്കാൻ KPCC നേതൃത്വത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറിമാരെയും തീരുമാനിക്കും. നിയമനത്തിൽ ഗ്രൂപ്പുകളെയും പരിഗണിക്കാനാണ് ആലോചന ഉള്ളത് തന്നെ. ജനറൽ സെക്രട്ടറിമാരായി തങ്ങളുടെ നോമിനിമാരെ നിയമിക്കാൻ ഗ്രൂപ്പ് നേതാക്കൾ വലിയ സമ്മർദ്ദത്തിലാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും അടിമുടി മാറ്റാനാണ് ശ്രമം നടത്തുന്നത് തന്നെ. 4 ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും പുതിയ പ്രസിഡന്റുമാർ വരും. കൂടുതൽ ചെറുപ്പക്കാരെ പരിഗണിക്കാനാണ് ആലോചനയിലുള്ളത്. DCC ഭാരവാഹികളെ അപ്പാടെ മാറ്റുന്നതായിരിക്കും. 2 മാസത്തിനുള്ളിൽ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ശ്രമം നടത്തി വരുന്നത്. ഇതിനിടയിൽ ഉണ്ടാകുന്ന എതിർപ്പുകളെ എങ്ങനെ മറികടക്കും എന്നാണ് ഇപ്പോഴത്തെ ആലോചന തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുമ്പോൾ പൂർണ്ണ സജ്ജമായ പുതിയ ടീം എന്നുള്ളതാണ് KPCC ലക്ഷ്യമിടുന്നത്. KPCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട്. പ്രാഥമിക പട്ടിക തയ്യാറാക്കാനാണ് KPCC നേതൃത്വം നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രാഥമിക അനൗദ്യോഗിക ചർച്ചകൾക്ക് തുടക്കവുമായിട്ടുണ്ട്. ജംബോ കമ്മിറ്റി ഒഴിവാക്കാനും ധാരണയിൽ വന്നിട്ടുണ്ട്. വിഷയത്തിൽ മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നതായിരിക്കും. KPCCക്ക് 5 ഉപാധ്യക്ഷന്മാരെ നിയമിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. 30 ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചേക്കും. ആദ്യഘട്ടത്തിൽ ഉപാധ്യക്ഷന്മാരെയും ജനറൽ സെക്രട്ടറിമാരെയും, 2ാം ഘട്ടത്തിൽ സെക്രട്ടറിമാരെയും നിയമിക്കാനാണ് തീരുമാനം വന്നിരിക്കുന്നത്. DCC പുനഃസംഘടനയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമം നടന്നു വന്നിരിക്കുക തന്നെയാണ്. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായമാണ് പുനഃസംഘടനയിൽ നിർണായകമാവുന്നത്. നിലവിൽ ചൊവ്വാഴ്ച KPCC ഭാരവാഹി യോഗം വിളിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. നിലവിലെ ഭാരവാഹികളുടെ യോഗമാണ് ചേരാൻ പോകുന്നത്. മുൻ അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. അതേസമയം മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ പരസ്യ പ്രതികരണത്തിൽ മുതിർന്ന നേതാക്കളിൽ അതൃപ്തി പുകയുക തന്നെയാണ്. K സുധാകരൻ പുതിയ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. സുധാകരന്റെ പ്രസ്താവന അനവസരത്തിലാണ് എന്നുള്ളതാണ് നേതാക്കളുടെ വിമർശനം തന്നെ. നിലവിൽ സുധാകരന് പരസ്യ മറുപടി നൽകരുത് എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. പരസ്യ വിമർശനങ്ങൾ തുടർന്നാൽ ഇടപെടാനാണ് ഹൈക്കമാൻഡ് നീക്കവും. അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ സർക്കാർ ജീവനക്കാർ പങ്കെടുക്കരുത് എന്നുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ച് NGO അസോസിയേഷൻ നേതാക്കൾ KPCC പ്രസിഡന്റായ ശേഷം ജില്ലയിലെത്തിയ സണ്ണി ജോസഫിനെ സ്വീകരിക്കാൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രേംനാഥ് മംഗലശ്ശേരിയും സെക്രട്ടറി K ദിനേശനും DCC ഓഫീസിൽ എത്തുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത ഇരുവരും സണ്ണി ജോസഫിനെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് സംഘടനാ പ്രവർത്തനം അനുവദനീയമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ അനുമതിയില്ല. ഈ ചട്ടമാണ് ഇരുവരും ലംഘിച്ചിരിക്കുന്നത്.